താതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സുഭൂമി വീണു താതനോടർപ്പിച്ചു. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായ ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുക. ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി, നമുക്ക് വേണ്ടി മരിച്ച ഈശോയുടെ പീഡാനുഭവ സഹനങ്ങളെ ഓർക്കുന്ന ഒരു ദിവസം. നമുക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ തിരുമുറിവുകൾ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ച് ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്കായിരിക്കാം. ക്രിസ്തുവിൻ്റെ സഹനങ്ങളും പീഡാനുഭവങ്ങളും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതുമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഓർത്തെടുക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി സഹിക്കണമെന്നും നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒത്തിരിയേറെ വേദനകൾ ഏറ്റെടുക്കണമെന്നുള്ള പാഠമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്കായിട്ട് തരിക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ വേദനകളും തമ്പുരാൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളുള്ളവരാണ് നമ്മളിൽ പലരും. ഒത്തിരിയേറെ സഹനങ്ങളുള്ളവരാണ്. ആ വേദനകളും സങ്കടങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, നീ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ ബലി, ഇന്നത്തെ ഈ തിരുക്രമങ്ങൾ ഏറ്റവും ഭക്തിയോടെ നമുക്കെല്ലാവർക്കും പങ്കുചേർന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, ദൈവമായ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വപൂർണനായ ത്രിത്വത്തെ ഞങ്ങൾ എല്ലാ സമയവും സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ അനുഭവിച്ച പീഡകൾ ഭക്തിപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ മിശിഹാ നേടിയ വിജയത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലങ്ങൾ പ്രാപിപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദൈവമേ, ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു? എന്റെ ദൈവം
അങ്ങേ കാര്യമായി മതിക്കാതെ മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു? പകൽ സമയം ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്ക് ഉത്തരമരുളിയില്ല. രാത്രിയിലും ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്ക് കാത്തിരുന്നില്ല. നീ പരിശുദ്ധനാകുന്നു, നിന്റെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ നിന്നിൽ ശരണം ഗമിച്ചു. അപ്പോൾ നീ അവർക്ക് വിമോചനമേകി. നിന്നോടവർ നിലവിളിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. നിന്നിൽ അവർ ആശ്രയിച്ചു, അവർ രചിതരായില്ല. ഞാൻ മനുഷ്യനല്ല കൃപയാകുന്നു, മനുഷ്യരുടെ നിന്നാ വിഷയവും ജനത്തിന്റെ പരിഹാസപാത്രവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, അവർ വികൃതമായ ആംഗ്യങ്ങൾ കാട്ടുകയും തലയാട്ടുകയും ചെയ്യുന്നു. കർത്താവ് രക്ഷിക്കുമെന്ന് അവൻ പ്രത്യാശിച്ചു, അവനിൽ സംപ്രീതനാണെങ്കിൽ കർത്താവിനെ രക്ഷിക്കട്ടെ. എന്നിൽ നിന്ന് നീ അകന്നിരിക്കരുതേ, ഇതാ ദുരിതമെടുത്തിരിക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. നായ്ക്കൾ എന്റെ ചുറ്റും കൂട്ടം കൂടി, ദുഷ്ടരുടെ സംഘം എന്നെ വളഞ്ഞു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം പ്രലപിച്ചു, ആക്ഷേപപൂർവ്വം അവർ തുറിച്ചു നോക്കി. എന്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു, അങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. കർത്താവേ, നീ എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, സഹായത്തിനു വേഗം വരണമേ. വാളിൽ നിന്ന് എന്നെ ജീവനെ രക്ഷിക്കണമേ, ഏകാകിയായ എന്നെ നായ്ക്കളിൽ നിന്ന് വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ഉയർന്ന കൊമ്പിൽ നിന്ന് എളിയവനായി എന്നെ വിടുവിക്കണമേ. അഗതിയുടെ അവൻ നിന്ദിച്ചില്ല, അവഗണിക്കുകയോ തിരിക്കുകയോ ചെയ്തില്ല. അയാൾ വിളിച്ചപ്പോൾ അവൻ ശ്രമിച്ചു. ജനസമൂഹത്തിൽ എനിക്കുള്ള സ്തുതി നിന്റെ അടുക്കൽ നിന്നാകുന്നു. ഭക്തന്മാർ കാണുകെ നേർച്ച ഞാൻ നിർവർത്തിക്കും. ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും, കർത്താവിനെ തേടുന്നവർ അവനെ സ്തുതിക്കും. സംതൃപ്തരായി എന്നെന്നും ജീവിക്കും. ഭൂവാസികൾ എല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ, അവർ അവന്റെ പക്കലേക്ക് പിന്തിരിയട്ടെ. വിജാതിയരുടെ തലമുറകളെല്ലാം തിരുമുമ്പിൽ പ്രണമിക്കട്ടെ. രാജ്യം കർത്താവിൻ്റെതാകുന്നു, വിജാതി അധിപൻ അവനാകുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ ഉന്നതവും ഭാഗ്യവും പൂർണ്ണവും പരിശുദ്ധവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. വായനകളുടെ സമയമാണ്. ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ കുറിച്ചും ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കണം എന്തിനാണെന്നതിനെ കുറിച്ചുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബൈബിൾ ഭാഗമാണ്. അബ്രാഹാം തൻ്റെ കയ്യിൽ കൊടുത്ത മകന് വേണ്ടി തമ്പുരാൻ്റെ മുന്നിൽ ബലിയർപ്പിക്കാനായിട്ട് പോകുന്നതും ദൈവം അവൻ്റെ ജീവൻ ചോദിക്കുന്നതുമെല്ലാം ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കും. ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, എൻ്റെ ദൈവം എനിക്കായിട്ടുള്ളത് തരുമെന്നും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസ സത്യമാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കാനായിട്ട് പോകുക. നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ആ വായനയിൽ പങ്കുചേരാം. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം മകളെ അനുഗ്രഹിക്കട്ടെ. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റു. കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകം കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ കർത്താവ് തന്നെ തരും. അവരൊന്നിച്ചു മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലം എത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്നും വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തിരയിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതികളിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർഷബയിലേക്ക് പോയി. അബ്രാഹാം ബേർഷെബയിൽ പാർത്തു. രണ്ടാം വായനയാണ്. യെശയ്യാ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. യേശു സഹിക്കണമെന്നും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുമെന്നും കുരിശിലെ യാഗമായി തീരുമെന്നും ഓർമ്മപ്പെടുത്തുന്ന പഴയ നിയമ വായനയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഏറ്റവും വിശ്വസ്തയോടെ
ഏറ്റവും ഭക്തിയോടെ ഈ വായനയിൽ നമുക്ക് പങ്കുചേരാം. അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. അങ്ങനെ ഒത്തിരിയേറെ വേദനകൾ ഉതകുന്ന ഒരു വായന ഭാഗമാണത്. ഏറ്റവും ശ്രദ്ധാപൂർവം നമുക്ക് ആ വായന വായിച്ചു കേൾക്കാം. രണ്ടാം വായന ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അദ്ധ്യായം 52 13 വാക്യം മുതൽ 53 അദ്ധ്യായം 9 വാക്യം വരെ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം സഹോദരിയെ സഹായിക്കട്ടെ. എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാകും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു. നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. മൂന്നാം വായന നമ്മൾ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനഭാഗത്തു നിന്നാണ്. ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ലേഖനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് കേൾക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾ മാറ്റിക്കളഞ്ഞുവെന്നും ഒരു മനുഷ്യൻ മൂലം വളരെ പേർ രക്ഷിക്കപ്പെട്ടുവെന്നും അന്ധകാരത്തിലായിരുന്ന ഒരു ജനം പ്രകാശം കണ്ടുവെന്നും ഓർമ്മിപ്പിക്കുന്ന വളരെ സുന്ദരമായ ഒരു ലേഖനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് കേൾക്കുക. നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്നും അതിനെ പ്രതി ഒത്തിരിയേറെ സഹനങ്ങൾ ഏറ്റെടുത്തുമെന്നും ഈ ബൈബിൾ ഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏറ്റവും ഭക്തിയോടെ ഈ ബൈബിൾ ഭാഗം നമുക്ക് ശ്രവിക്കാം. മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. അദ്ധ്യായം 5 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ മിശിഹാ മകനെ അനുഗ്രഹിക്കട്ടെ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കുവാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു.
അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിൻ്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവൻ്റെ പാപത്തിൽ നിന്നുളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വന്തം ജനങ്ങൾക്കു ജീവനേക സർവേശനന്ദനൻ ഭൂവിൽ വന്നു. സ്വന്തം ജനങ്ങൾക്കു ജീവനേക സർവേശനന്ദനൻ ഭൂവിൽ വന്നു. കുരിശാണാനാഥനായി തീർത്തു ലോകം, വ്യതയാണാനാഥനിൽ ചേർത്തു ലോകം. കുരിശാണാനാഥനായി തീർത്തു ലോകം, വ്യതയാണാനാഥനിൽ ചേർത്തു ലോകം. ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാ പരമപ്രകാശം കനിഞ്ഞിറങ്ങി. ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാ പരമപ്രകാശം കനിഞ്ഞിറങ്ങി. കുരിശാണാനാഥനായി തീർത്തു ലോകം, വിധയാണാനാഥനിൽ ചേർത്തു ലോകം. കുരിശാണാനാഥനായി തീർത്തു ലോകം, വ്യതയാണാനാഥനിൽ ചേർത്തു ലോകം. പീഡാനുഭവ ചരിത്ര വായനയിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുകയാണ്. യേശുനാഥൻ ജീവിതത്തിൽ സഹിച്ച വേദനകൾ പീഡാനുഭവ ചരിത്രം എന്ന ലേബലിൽ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ ഓർത്തിരിക്കുക, നമ്മളും ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ക്രിസ്തു സഹിച്ച വേദനകളെയും ക്രിസ്തു കൊണ്ട അടികളെയും ക്രിസ്തു പലപ്പോഴും ക്രൂശും താങ്ങി വീണതും ഒക്കെ നമ്മുടെ ഓർമ്മയിൽ വരേണ്ട ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും ഭക്തിയോടെ ഈ പീഡാനുഭവ ചരിത്ര വായനയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് കുരിശെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ കുരിശെടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഏറ്റവും ഭക്തിയോടെ പീഡാനുഭവ ചരിത്ര വായനയിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവ ചരിത്രം. ഇവ അരുളി ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കെദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഗത്സമയൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അനന്തരം ഈശോ പത്രോസിനെയും സെബദിയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുൻപോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു. അവിടുന്ന് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു, നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ. അനന്തരം അവിടുന്ന് ഒരു കല്ലേറ് ദൂരെ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ, ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു:
ശിമയോനെ, നീ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ നേരം എന്നോട് കൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടുത്തോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് 3-ാം പ്രാവശ്യവും പ്രാർത്ഥിക്കുവാൻ പോയി. അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വീർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്തു വീണു. അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് 3-ാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു. അവർ അപ്പോഴും ദുഃഖാർത്ഥരായി തളർന്നുറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു. എന്തെന്നാൽ ശിഷ്യന്മാരും ഒന്നിച്ച് ഈശോ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. യൂദാസ് പട്ടാളത്തെയും പ്രധാന ആചാര്യന്മാരെയും പ്രീസന്മാരെയും സേവകന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തിയത്. ഒറ്റിക്കൊടുക്കാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരാളെ ചുംബിക്കും, അവനാണ് മിശിഹ, അവനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചുകൊള്ളണം. അടുത്തെത്തിയ ഉടനെ യൂദാസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു. ഗുരു, സ്വസ്തി. അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു, സ്നേഹിത, നീ ഇതിനാണോ വന്നത്? യൂദാസേ, ചുംബിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവരുടെ അടുക്കലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടുത്തോട് പറഞ്ഞു, നസ്രായനായ ഈശോയെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈശോ അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാകുന്നു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാകുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പുറകോട്ട് മറിഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു, നസ്രായനായ ഈശോയെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പോയിക്കൊള്ളട്ടെ. അങ്ങ് എന്നെ ഏൽപ്പിച്ചിരുന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തൻ്റെ വചനം പൂർത്തിയാക്കുവാനാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടുത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളും വാളെടുക്കട്ടെയോ? ശിമയോൻ പത്രോസിന്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് അത് ഊരി പ്രധാനാചാര്യന്റെ സേവകനെ വെട്ടി അവന്റെ വലത് ചെവി മുറിച്ചു കളഞ്ഞു. ആ സേവകന്റെ പേര് മാൽക്കൂസ് എന്നായിരുന്നു. അവന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് ഇങ്ങനെ അരുളി ചെയ്തു, വാൾ അതിൻ്റെ ഉറപ്പിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണം നേരം കൊണ്ട് 12-ലേറെ വ്യൂഹം മാലാഖമാരെ അയച്ച് ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കില്ലെന്നാണോ നീ കരുതുന്നത്? അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും? എൻ്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം ഈശോ ആ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഒരു കവർച്ചക്കാരനെ പിടിക്കാൻ എന്ന വേണം വാളുകളും വടികളുമായി നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നവനല്ലേ? അന്നൊന്നും നിങ്ങൾ എന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിൻ്റെ ഭരണമാണ്. പ്രവചനങ്ങൾ പൂർത്തിയാക്കുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാവൂ. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും യൂതന്മാരുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു. അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും ഓടി രക്ഷപ്പെട്ടു. ഈശോയെ ആദ്യം അവർ അന്നാസിന്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്. എന്തെന്നാൽ അയാൾ അക്കൊല്ലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പായുടെ ശ്വശുരനായിരുന്നു. ജനങ്ങൾ ഒന്നാകെ നശിക്കാതിരിക്കാൻ
ഒരാൾ അവർക്ക് പകരം മരിക്കുന്നതാണ് നല്ലതെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യാപ്പ. പ്രധാനാചാര്യൻ ഈശോയോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും പറ്റി ചോദിച്ചു. ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂതന്മാരുടെ സംഘത്തിലും ദേവാലയത്തിലുമല്ലാതെ രഹസ്യമായി ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്തു പറഞ്ഞുവെന്ന് എൻ്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ അരുളി ചെയ്തപ്പോൾ അടുത്തു നിന്നിരുന്ന ഒരു പരിചാരകൻ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ കവിൾത്തടത്തിൽ അടിച്ചു: ഇങ്ങനെയാണോ പ്രധാനാചാര്യനോട് മറുപടി പറയുന്നത്? ഈശോ അയാളോട് ചോദിച്ചു: ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? അന്നാസ് ഈശോയെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അടുക്കലേക്ക് അയച്ചു. പ്രധാന ആചാര്യന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളുമെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു. പ്രധാന ആചാര്യന്മാരും ന്യായാധിപ സംഘവും ഈശോയെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള തെളിവുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിലവർ പരാജയമടഞ്ഞു. പലരും അവിടത്തേക്കെതിരായി കള്ളസാക്ഷ്യം പറയുവാൻ തയ്യാറായി ചെന്നെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം 2 കള്ളസാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു: മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയം നശിപ്പിച്ച് 3 ദിവസങ്ങൾക്കകം മനുഷ്യനിർമ്മിതമല്ലാത്ത മറ്റൊന്ന് ഞാൻ പണിയുമെന്ന് ഈ മനുഷ്യന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയും അവരുടെ സാക്ഷ്യങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു: ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നൽകുന്ന സാക്ഷ്യങ്ങളെക്കുറിച്ച് നിനക്കൊന്നും പറയുവാനില്ലേ? ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീ ദേവപുത്രനായ മിശിഹാ തന്നെയുമെന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിന്റെ നാമത്തിൽ ശപഥം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു. ഈശോ ഇങ്ങനെ അരുളി ചെയ്തു: അങ്ങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രൻ സർവശക്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു: ഇവൻ ദേവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ഇവൻ ദേവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ മറുപടി പറഞ്ഞു: ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാകുന്നു. പിന്നീട് അവർ അവിടുത്തെ മുഖത്തെ തുപ്പുകയും ഇടിക്കുകയും കരണത്തടിക്കുകയും ചെയ്തു. കണ്ണുകൾ മൂടിക്കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ അടിച്ചു: നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക. അവർ അവിടുത്തേക്കെതിരായി പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും മഹാപുരോഹിതന്റെ അങ്കണം വരെ ദൂരത്തുകൂടി ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്നതിനാൽ ഈശോയുടെ കൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്തു വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അതിനാൽ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ചെന്ന് വാതിൽ കാവൽക്കാരിയോട് ശുപാർശ ചെയ്തു. ശിമയോൻ പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. ആ വാതിൽ കാവൽക്കാരി ശിമയോനോട് ചോദിച്ചു: താനും ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലയോ? പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു: ഞാൻ ആ മനുഷ്യന്റെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരോടുകൂടെ അകത്തു കാത്തിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകന്മാരും തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നു. ശിമയോനും അവരുടെ കൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക ആ വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു: താനും നസ്രായന ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസ് നിഷേധിച്ചു പറഞ്ഞു: നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ മനുഷ്യനെ അറിയുകയുമില്ല. അനന്തരം അയാൾ പടിവാതിൽക്കലേക്ക് പോയി. അപ്പോൾ കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്തിയെന്ന് പത്രോസിനോട് പറഞ്ഞു: താനും അവരുടെ കൂടെ ഉള്ളവൻ തന്നെ, സംശയമില്ല. തൻ്റെ സംസാര രീതി തന്നെ അത് തെളിയിക്കുന്നു. അപ്പോൾ ശിമയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാനാചാര്യന്റെ ഭൃത്യനും പത്രോസ് ചെവി മുറിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു: തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെയും ഞാൻ കണ്ടല്ലോ. പത്രോസ് അതും നിഷേധിച്ചു. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2ാം പ്രാവശ്യം കോഴി കൂവി. കർത്താവ് തിരിഞ്ഞു പത്രോസിനെ നോക്കി. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയും എന്ന് അവിടുന്ന് അരുളി ചെയ്തിരുന്നത് പത്രോസ് അപ്പോൾ ഓർത്തു. അയാൾ പുറത്തേക്ക് പോയി ഹൃദയം നൊന്ത് കരഞ്ഞു.
നേരം വെളുത്തപ്പോൾ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തി. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ അവിടുത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടുത്തോട് ഇപ്രകാരം പറഞ്ഞു: നീ മിശിഹായാണെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയുക. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു: എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കും. അവർ വീണ്ടും അവിടുത്തോട് ചോദിച്ചു: ആകയാൽ നീ ദൈവപുത്രനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരമരുളി: ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു: നമുക്കിനി സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? നാം തന്നെ നേരിട്ട് കേട്ട് കഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ച് ഗവർണറായിരുന്ന പന്തിയോസ് പിലാത്തോസിന്റെ മുമ്പാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ ആ 30 വെള്ളി നാണയങ്ങളുമായി പ്രധാനാചാര്യന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ഞാൻ പാപം ചെയ്തു പോയി. കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു: അതിന് ഞങ്ങൾ എന്തു വേണം? നീ പോയി നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. അവൻ ആ നാണയത്തുട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചെത്തു. പ്രധാനാചാര്യന്മാർ ആ നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു: ഇത് രക്തത്തിന്റെ വിലയാകയാൽ നേർച്ചപ്പെട്ടിയിൽ ഇടുന്നത് ശരിയല്ല. അവർ കൂടി ആലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കുവാൻ ഒരു കുശവന്റെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിലപ്പെട്ടവന്റെ വിലയായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയമെടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജെർമിയാസിന്റെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചെയായപ്പോൾ അവർ ഈശോയെ കയ്യപ്പായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു: എന്ത് കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യന്റെ മേൽ ആരോപിക്കുന്നത്? അതിനവർ ഇങ്ങനെയാണ് മറുപടി കൊടുത്തത്: കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അയാളെ അങ്ങയുടെ സമക്ഷം ഹാജരാക്കുകയില്ലായിരുന്നു. പീലാത്തോസ് അവരോട് പറഞ്ഞു: അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിസ്തരിച്ചു കൊള്ളുവേൻ. ഉടനെ യൂതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു: ആർക്കും മരണശിക്ഷ നൽകുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു. അനന്തരം അവർ ഈശോയുടെ മേൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി. ഇയാൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയും സീസറിന് കപ്പം കൊടുക്കുന്നത് തടയുകയും താൻ രാജാവായ മിശിഹായാണെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പീലാത്തോസ് അകത്തേക്ക് പോയി ഈശോയെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ യൂതന്മാരുടെ രാജാവാണോ? ഈശോ അരുളി ചെയ്തു: ഇത് അങ്ങ് സ്വയം ചോദിക്കുന്നുവോ? മറ്റുള്ളവർ എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നുവോ? മറുപടിയായി പീലാത്തോസ് ചോദിച്ചു: ഞാൻ ഒരു യൂതനല്ലല്ലോ. നിങ്ങളുടെ ആളുകളും പ്രധാനാചാര്യന്മാരുമല്ലേ നിങ്ങളെ എൻ്റെ മുൻപിൽ ഹാജരാക്കിയത്. നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഈശോ അരുളി ചെയ്തു: എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യൂതന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു: അപ്പോൾ നിങ്ങളൊരു രാജാവ് തന്നെയാണെന്നോ? ഈശോ ഉത്തരമരുളി: ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു: സത്യം എന്താകുന്നു? ചോദ്യം കഴിഞ്ഞുടൻ തന്നെ അദ്ദേഹം യൂതന്മാരുടെ നേരെ തിരിഞ്ഞ് പ്രധാനാചാര്യന്മാരോടും ജനസമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. ഇയാൾ ഗലീല മുതൽ ഇവിടെ വരെ യൂദാ രാജ്യങ്ങളിലെങ്ങും പ്രസംഗിച്ച് ജനങ്ങളെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിച്ചു. ഗലീല എന്ന് കേട്ട ഉടനെ പീലാത്തോസ് ചോദിച്ചു: ഈ മനുഷ്യൻ ഗലീലാക്കാരനാണോ? ഈശോ ഹെറോദേസിന്റെ അധികാരസീമയിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവിടുത്തെ ഹെറോദസിന്റെ പക്കലേക്ക് അയച്ചു. അദ്ദേഹം അന്ന് ജെറുസലത്തുണ്ടായിരുന്നു. ഈശോയെ കണ്ടപ്പോൾ ഹെറോദേസ് വളരെ സന്തോഷിച്ചു. അദ്ദേഹം ഈശോയെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയുമായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഹെറോദേസ് ഈശോയോട് പലതും ചോദിച്ചു.
എന്നാൽ അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞില്ല. അവിടെയും പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ഈശോയ്ക്കെതിരായി ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അവസാനം ഹെറോദേസും പടയാളികളും കൂടി അവിടുത്തെ നിന്ദിച്ച് പരിഹസിക്കുകയും വിലയേറിയ ഒരു വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ പക്കലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഹെറോദേസും പീലാത്തോസും അന്നു മുതൽ മിത്രങ്ങളായി തീർന്നു. പീലാത്തോസ് പ്രധാനാചാര്യന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു: ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് കുറ്റമാരോപിച്ചാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. ഹെറോദസിനും ഇയാളിൽ കുറ്റമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇയാളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കുകയാണല്ലോ ചെയ്തത്. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതിനാൽ ചമ്മട്ടുകൊണ്ടടുപ്പിച്ച് ഇയാളെ ഞാൻ വിട്ടയക്കും. എല്ലാ പെസഹ തിരുനാളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ഗവർണർ മോചിപ്പിക്കുക പതിവായിരുന്നു. അതനുസരിച്ച് ആളെ മോചിപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒരു കലാപത്തിനിടയിൽ കൊലപാതകം നടത്തിയ കുറ്റത്തിന് പ്രക്ഷോഭകാരികളുടെ കൂടെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസ് എന്ന കുപ്രസിദ്ധനായ ഒരു തടവുകാരനുണ്ടായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടിയപ്പോൾ പീലാത്തോസ് അവരോട് ചോദിച്ചു: പെസഹ തിരുനാളിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കുക പതിവുണ്ടല്ലോ. ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ബറാബാസിനെയോ മിഷ്ഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെയോ? അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആളയച്ച് ഇപ്രകാരം അറിയിച്ചു: ആ നീതിമാനെ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വേദന അനുഭവിച്ചു. എന്നാൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ബറാബാസിനെ മോചിപ്പിക്കുന്നതിനും ഈശോയെ വധിക്കുന്നതിനും മുറവിളി കൂട്ടുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പീലാത്തോസ് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു: ഈ രണ്ടുപേരിൽ ആരെ മോചിപ്പിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു: ഈശോയെ വധിക്കുക, ബറാബാസിനെ മോചിപ്പിക്കുക. ഈശോയെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു: യൂദന്മാരുടെ രാജാവ് എന്ന് വിളിക്കുന്ന ഈശോയെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു: അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. മൂന്നാം പ്രാവശ്യം പീലാത്തോസ് അവരോട് ചോദിച്ചു: ഈ മനുഷ്യൻ എന്ത് കുറ്റമാണ് ചെയ്തത്? വധശിക്ഷ അർഹിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളിൽ കാണുന്നില്ല. അവരാകട്ടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് ശാഠ്യഭാവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുറവിളിക്ക് ശക്തി കൂടി വരികയും ചെയ്തു. അവസാനം പീലാത്തോസ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു. കവർച്ചയും കൊലപാതകവും മൂലം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം സ്വതന്ത്രനാക്കി. ഈശോയെ അവരുടെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അനന്തരം പീലാത്തോസ് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സൈന്യദളങ്ങളെയെല്ലാം അവിടെ വിളിച്ചുകൂട്ടി. അനന്തരം അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റി ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു മുടിയുണ്ടാക്കി ശിരസിന്മേൽ വെച്ചു. വലതു കൈയിൽ ഒരു ഞാങ്കണയും കൊടുത്തു. പിന്നീട് അവർ അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി യൂദന്മാരുടെ രാജാവേ വന്ദനം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവിടുത്തെ കരണത്തടിച്ചു. അനന്തരം ഞാങ്കണയെടുത്ത് ശിരസിലടിക്കുകയും തുപ്പുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു: ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അയാളെ ഇപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിച്ചിരുന്ന ഈശോയെ ഉടനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു: ഇതാണ് ആ മനുഷ്യൻ. പ്രധാന ആചാര്യന്മാരും പരിചാരകരും അവിടുത്തെ കണ്ടപ്പോൾ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു: അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് പ്രതിവചിച്ചു: നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളുവിൻ. ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ യൂദന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു: ഞങ്ങൾക്ക് ഒരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. എന്തെന്നാൽ താൻ ദൈവപുത്രനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് അത്യധികം ഭയപ്പെട്ടു. അതിനാൽ വീണ്ടും അകത്ത് എന്ന് അദ്ദേഹം ഈശോയോട് ചോദിച്ചു: നിങ്ങൾ ആരാകുന്നു? ഈശോ അതിന് മറുപടി നൽകിയില്ല. പീലാത്തോസ് വീണ്ടും അവിടുത്തോട് ചോദിച്ചു: എന്നോട് നിങ്ങൾ മറുപടി പറയുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ അങ്ങേക്ക് എൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആകയാൽ എന്നെ അങ്ങേ പക്കൽ ഏൽപ്പിച്ചവനാണ് അങ്ങയേക്കാൾ വലിയ കുറ്റക്കാരൻ. തന്മൂലം പീലാത്തോസ് അവിടുത്തെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യൂദന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു: അവനെ വിട്ടയക്കുന്ന പക്ഷം
അങ്ങ് സീസറിൻ്റെ സ്നേഹിതനല്ല. സ്വയം രാജാവാകാൻ ശ്രമിക്കുന്നവരെല്ലാം സീസറിൻ്റെ ശത്രുക്കളാകുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് വീണ്ടും ഈശോയെ പുറത്തേക്ക് കൊണ്ടുചെന്നു. ഹീബ്രു ഭാഷയിൽ ഗബാത്ത എന്ന് പറയുന്ന കൽത്തളത്തിൽ അദ്ദേഹം ഉപവിഷ്ടനായി. അന്ന് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 12 മണിയായി. പീലാത്തോസ് യൂദന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അത് കേട്ടപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോവുക, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ? അതിന് പ്രധാനാചാര്യന്മാരാണ് മറുപടി പറഞ്ഞത്, സീസർ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. തൻ്റെ പരിശ്രമമെല്ലാം നിഷ്ഫലമാവുകയാണെന്നും കലഹം വർദ്ധിക്കുവാനാണ് സാധ്യതയെന്നും പീലാത്തോസിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് കേട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. പീലാത്തോസ് ഉടനെ ഈശോയെ ക്രൂശിക്കുവാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവിടുത്തെ പിടിച്ച് ചുവന്ന മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിന്മേൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവിടുന്ന് കുരിശും ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്നു. ഹീബ്രു ഭാഷയിൽ അത് ഗാഗുൽത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വഴിക്ക് വെച്ച് അവർ സൈറിയൻകാരനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാളുടെ പേര് ശിമയോൻ എന്നായിരുന്നു. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ആ മനുഷ്യൻ വയലിൽ നിന്ന് വരികയായിരുന്നു. ഈശോയുടെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിക്കുകയും അത് വഹിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടുത്തെക്കുറിച്ച് കരയുകയും പ്രലപിക്കുകയും ചെയ്തിരുന്ന അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അരുളി ചെയ്തു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധികൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത പയോധരങ്ങൾക്കും ഭാഗ്യം എന്ന് മനുഷ്യർ പറയുന്ന കാലം വരുന്നു. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും മലകളോട് ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടുവാനുള്ള 2 കുറ്റവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കി, എങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന് തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. ഞാൻ മനുഷ്യനല്ല, കൃമിയാകുന്നു. മനുഷ്യരുടെ നിന്ദാപാത്രവും ജനങ്ങളുടെ പരിഹാസ വിഷയവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, വികൃതമായ ആംഗ്യങ്ങളാൽ നിന്ദിക്കുന്നു. അവൻ കർത്താവിനെ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ. അവിടുന്ന് അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രനാക്കട്ടെ. എന്റെ ജനനം മുതൽ തന്നെ അങ്ങന്റെ ദൈവവും അഭയവുമാകുന്നു. അങ്ങേക്ക് ഞാൻ സ്വയം സമർപ്പിച്ചിരുന്നു. ഞാൻ ദുഃഖിതനായിരിക്കാൻ എന്നിൽ നിന്ന് അകന്നു പോകരുതേ, എന്നെ സഹായിക്കാൻ ആരുമില്ല. ബൈസാനിലെ മൃഗങ്ങൾ എന്നെ വളഞ്ഞു, അലറുന്ന സിംഹത്തെ പോലെ അവ എന്നെ വിഴുങ്ങുവാൻ വരുന്നു. വെള്ളം പോയി എന്റെ സന്ധികൾ വേർപെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകിന് തുല്യമായി ഉള്ളിലെ അവയവങ്ങൾ ഉരുകി തുടങ്ങി. ഇഷ്ടിക പോലെ എന്റെ തൊണ്ട വരണ്ടു, നാവ് തൊണ്ടയിൽ ചേർന്നു. അങ്ങ് എന്നെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. നായ്ക്കൾ എന്നെ ചുറ്റി വളഞ്ഞു, ദുഷ്ടന്മാർ എന്നെ വലയം ചെയ്തു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എന്റെ അസ്ഥികളെല്ലാം അവരെണ്ണി, അവർ എന്നെ നോക്കി. അവർ എന്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. വായനകൾ തുടരുകയാണ്. നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ വായനയിൽ പങ്കുചേരാം. 3 മണിക്കാണ് അവർ ഈശോയെ കുരിശിൽ തറച്ചത്.
കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയുടെ പേരിലുണ്ടായ ആരോപണം പീലാത്തോസ് ഒരു പലകമേൽ എഴുതി കൊടുത്തത് അവിടുത്തെ കുരിശന്മേൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുത്ത് ഇങ്ങനെയായിരുന്നു: യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ. അവിടുത്തെ കുരിശിൽ തറച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യൂതന്മാരിൽ പലരും അത് വായിച്ചു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. അതിനാൽ പ്രധാന ആചാര്യന്മാർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു: യൂതന്മാരുടെ രാജാവ് എന്നല്ല, താൻ യൂതന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് മറുപടി പറഞ്ഞു: ഞാൻ എഴുതിയത് തന്നെ. ഈശോയെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ 4 പങ്കിട്ടെടുത്തു. അവിടുത്തെ മേലങ്കി മുകൾ മുതൽ അടിവരെ നെയ്യപ്പെട്ടതായിരുന്നതിനാൽ അവർ പറഞ്ഞു: അത് കീറണ്ട, അത് ആർക്കുള്ളതായിരിക്കണമെന്ന് നമുക്ക് ചിട്ടിയിട്ട് നിശ്ചയിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എൻ്റെ മേലങ്കിക്കായി അവർ നറുക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് നിറവേറണമല്ലോ. അതുകൊണ്ടാണ് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്യാനിടയായത്. പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു. സംഭവിച്ചതെല്ലാം നോക്കിക്കൊണ്ട് ജനങ്ങൾ അവിടെ തന്നെ നിന്നു. വഴിയെ കടന്നുപോയിരുന്നവർ പുച്ഛഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും അത് പണിയുന്നവനല്ലയോ? നീ നിന്നെ തന്നെ രക്ഷിക്കുക. അപ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പരിഹാസഭാവത്തിൽ പരസ്പരം ഇങ്ങനെ പറഞ്ഞു: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയുന്നില്ലല്ലോ. ഇസ്രായേലിൻ്റെ രാജാവായ മിശിഹ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അത് കണ്ട് നമുക്കും അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹായാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ. അവിടുന്ന് ഇവനിൽ സംപ്രീതനാണെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ. താൻ ദൈവത്തിനാണെന്നല്ലേ ഇവൻ പറഞ്ഞിരുന്നത്. പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു. ചൊറുക്ക കൊടുക്കുവാൻ അടുത്തു ചെന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു: നീ യൂതന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. അവരിൽ ഒരുവൻ പുച്ഛഭാവത്തിൽ അവിടുത്തോട് ഇങ്ങനെ പറഞ്ഞു: നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അത് കേട്ട മറ്റവൻ അവനെ ശകാരിച്ചു: നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലയോ? നിനക്കും ആ മനുഷ്യനും ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിനർഹരാണ്. എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടുത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു: ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അവിടുന്ന് അവനോട് അരുളി ചെയ്തു: നീ ഇന്ന് എന്നോട് കൂടെ പർദീസായിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിന്റെ ഭാര്യയായ മറിയവും മഗ്ദലേന മറിയവും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുളി ചെയ്തു: സ്ത്രീ, ഇതാ നിങ്ങളുടെ പുത്രൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുളി ചെയ്തു: ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യൻ അവരെ സ്വീകരിച്ചു. സമയം 6 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 9 മണിവരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു: ഏൽ ഏൽ ലമാ ശബ്ദാനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ ഉപേക്ഷിച്ചത്? അടുത്തു നിന്നിരുന്നവർ അത് കേട്ട് ഇങ്ങനെ പറഞ്ഞു: ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. അനന്തരം സമസ്തവും നിറവേറിക്കഴിഞ്ഞുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരുളി ചെയ്തു: എനിക്ക് ദാഹിക്കുന്നു. ചുറുക്ക നിറച്ചൊരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് ചുറുക്കായിൽ മുക്കി ഒരു ഞാങ്കണമേൽ വെച്ച് കെട്ടി അവിടുത്തെ അധരത്തോട് അടുപ്പിച്ചു. അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു: നിൽക്കൂ, ഏലിയ അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് കാണട്ടെ. ഈശോ ചുറുക്ക രുചിച്ച ശേഷം ഇങ്ങനെ അരുളി ചെയ്തു: എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു.
കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. പീഡാനുഭവ ചരിത്ര വായനയൊക്കെ കഴിഞ്ഞ് ഈശോ അനുഭവിച്ച പീഡാനുഭവങ്ങൾ വായിച്ച് കേട്ട് ദുഃഖാർത്തരായിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുക. ഇന്നേ ദിവസം ഈശോ സഹിച്ച പീഡകളും ഈശോ കൊണ്ട ചാട്ടവാറടിയും ഈശോ മുൾക്കിരീടം ചൂടി ഒത്തിരിയേറെ വേദന അനുഭവിച്ചതുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളാണ്. അവിടെയാണ് ദുഃഖവെള്ളിയുടെ ഓർമ്മ നമുക്കെല്ലാവർക്കും കിട്ടുക. അതുണ്ടാകട്ടെ എന്ന് എല്ലാവരോടും ഞാൻ ആശംസിക്കുകയാണ്. ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരൻ കരയുകയാണ്. അലമുറയിട്ടിട്ടാണ് അവൻ കരയുക. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഫ്രാൻസിസ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇനി അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കളെയോ ജീവിത പങ്കാളിയോ കാണാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം നിലവിളിച്ച് കരയുകയാണ്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പട്ടാളക്കാരോട് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കണം, എനിക്ക് മക്കളുണ്ട്, എനിക്കൊരു ജീവിത പങ്കാളിയുണ്ട്, എന്നെ ഒരിക്കലും കൊല്ലരുത്. അദ്ദേഹം പറയുന്ന ഈ വാക്കുകളൊന്നും ആ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഒരു പട്ടാളക്കാരനും കേട്ടില്ല. എല്ലാവരും പറഞ്ഞു, നിന്നെ ഇപ്പോൾ ഞങ്ങൾ വധിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ അവൻ്റെ വിളി കേട്ട്, അവൻ്റെ നിലവിളി കേട്ട്, അവൻ്റെ ചങ്കത്തടിച്ചുള്ള കരച്ചിൽ കേട്ട് ഒരു മനുഷ്യൻ കയറി വരികയാണ്. ഒരു പുരോഹിതനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ഫ്രാൻസിസിന് വേണ്ടി ഞാൻ മരിച്ചോളാം, ഫ്രാൻസിസിന് വേണ്ടി ഞാൻ മരിച്ചോളാം. അദ്ദേഹം ചെയ്തു വെക്കുന്നൊരു കാര്യം ഇങ്ങനെയുള്ളൂ, തൻ്റെ ജീവിതവും തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ പ്രതീക്ഷകളും എല്ലാം മാറ്റിവെച്ച് മറ്റൊരാൾക്ക് വേണ്ടി ആ മനുഷ്യൻ, ആ പുരോഹിതൻ സ്വന്തം ജീവിതം കൊടുത്തു. ആ മനുഷ്യൻ്റെ പേരാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾബെ. തൻ്റെ കൂടെയായിരിക്കുന്ന ഒരു സഹോദരന് വേണ്ടി സ്വന്തം ജീവിതത്തെ പകുത്തുകൊടുത്ത ഒരു മനുഷ്യനാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾബെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖവെള്ളിയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ പീഡനങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിനെ ഓർക്കുന്ന ദിവസമാണ്. ഒറ്റ കാര്യമുള്ള ഇന്നത്തെ ദിവസം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിന്റെ ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ നിനക്ക് പറ്റുമോ? ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് ദുഃഖവെള്ളി പൂർത്തിയാക്കാനായിട്ട് പറ്റുക. പലപ്പോഴും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റാത്തവരാണ് നമ്മളെല്ലാം. ആ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ മാറ്റിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാം. ഞാൻ ഇങ്ങനൊരു കവിത കേട്ടിട്ടുണ്ട്, തൂക്കാൻ ഇഷ്ടം പൊൻകുരിശേ, നിന്നിൽ തൂങ്ങാനില്ല എൻ കുരിശേ എന്ന്. തൂക്കാൻ ഇഷ്ടം പൊൻകുരിശേ, നിന്നിൽ തൂങ്ങാനില്ല എൻ കുരിശേ എന്ന്. പലപ്പോഴും കുരിശിട്ടൊക്കെ നടക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പലപ്പോഴും കുരിശ് കൈകളിൽ ഏന്താൻ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലേക്ക് വലിയ ക്രൂശിത രൂപം സ്ഥാപിക്കണമെന്നും കയ്യിൽ ജപമാലയൊക്കെ പിടിക്കണമെന്നൊക്കെ നമുക്ക് ഭയങ്കര കാര്യമുള്ള കാര്യമാണ്. പലരും വന്നിട്ട് ചോദിക്കാറുണ്ട്, അച്ഛൻ ഒരു ജപമാല തരോ, ഒരു കുരിശ് തരോ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമുക്കതൊക്കെ ഇഷ്ടമാണ്. വണ്ടിയിൽ യേശുവിൻ്റെ രൂപം വയ്ക്കാൻ, വീട്ടിൽ ഏറ്റവും ഭംഗിയുള്ള ഈശോയുടെ രൂപം വയ്ക്കാൻ, ക്രൂശിത രൂപം സ്ഥാപിക്കാൻ, പ്രാർത്ഥനാമുറി ഏറ്റവും ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കാൻ, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ജീവിതത്തിലെ സഹനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് ഇഷ്ടമാണോ? നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ കവിത ഇങ്ങനെ പറഞ്ഞു വെച്ച്, തൂക്കാൻ ഇഷ്ടം പൊൻകുരിശേ, നിന്നിൽ തൂങ്ങാനില്ല എൻ കുരിശേ എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് പറ്റാറില്ല. നമുക്കറിയാം, മിശിഹാ ചരിത്രം എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടി ആദ്യം സമീപിച്ചത് തമിഴ് നടനായ MGRനെയാണ്.
അദ്ദേഹം ആ അവസരം നിഷേധിച്ചു കളഞ്ഞു. കാരണം എന്തെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഒറ്റ റീസണുള്ളൂ, തോറ്റ ഒരു നായകൻ്റെ വേഷം അവതരിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. തോറ്റ ഒരു നായകൻ്റെ വേഷം അവതരിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ഏത് ദൈവ തോറ്റ ദൈവത്തെ പോലെ ഇങ്ങനെ കിടന്നിട്ടുള്ളത്? നിങ്ങൾ ഏത് മതത്തിലെടുത്ത് നോക്കിക്കോ, ഇങ്ങനൊരു ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ ദൈവത്തിൻ്റെ ആ ക്രൂശിത രൂപത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. വസ്ത്രമില്ല, ആകെയുള്ളത് ഒരു ചാൺതുണിയാണ്. അത് അരയിൽ മാത്രമേ കൊറ്റിയിട്ടുള്ളൂ. നിങ്ങളിത് ചിന്തിക്കേണ്ട കാര്യം, അത് ക്രൂശില കിടക്കണേ നമ്മുടെ ദൈവം. അവൻ്റെ ശരീരത്തിൽ മുഴുവൻ വേദനകളുണ്ട്, അവൻ്റെ ശരീരത്തിൽ മുഴുവൻ സങ്കടങ്ങളുണ്ട്, അവൻ്റെ ശരീരത്തിൽ മുഴുവൻ ചാട്ടവാറിൻ്റെ പാടുണ്ട്, അവൻ്റെ തലയിൽ മുൾമുടിയുണ്ട്, അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം കനിയുന്നുണ്ട്. നിങ്ങൾ ഏത് ദൈവത്തെ എടുത്തു നോക്കിക്കോ, മറ്റു വിശ്വാസങ്ങളിൽ, മറ്റ് സമൂഹങ്ങളിൽ നിങ്ങൾ ഏത് ദൈവത്തെ എടുത്തു നോക്കിക്കോ, അവിടെയുള്ള ദൈവങ്ങളൊക്കെ വരിക കിരീടം ധരിച്ച് വാളേന്തി ഒത്തിരിയേറെ പ്രൗഢഗംഭീരമായിട്ട് വരിക. നമ്മുടെ ദൈവം അങ്ങനെയല്ല, തോറ്റ ദൈവ. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ മുന്നിൽ, ഈ ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ വന്ന് ചോദിക്കാറുണ്ട്, ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം മാത്രം ഇങ്ങനെ തോറ്റ് കിടക്കണേ? ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹം തൂകുന്ന, കൃപ തൂകുന്ന ഒരു ദൈവമായിട്ടല്ലേ നമുക്ക് തോന്നണ്ടേ? പ്രൗഢഗംഭീരമായി അനുഗ്രഹം തൂകുന്ന ഒരു രൂപമാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. പക്ഷെ നമ്മുടെ ദൈവം തോറ്റ ദൈവ, ശരിയല്ലേ? ക്രൂശിതിൽ കിടന്ന് പിതാവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന ഒരു ദൈവം, വേദനകളാൽ സങ്കടപ്പെടുന്ന ഒരു ദൈവം. പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ, ദൈവമേ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ തോറ്റ ദൈവമായേ? എന്തുകൊണ്ടാണ് നീ എല്ലാവരാലും വേദനിക്കപ്പെട്ടെ? നീ എന്തുകൊണ്ടാണ് ചാട്ടവാറടിയേറ്റെ? എന്തുകൊണ്ടാണ് ഒത്തിരിയേറെ സഹനങ്ങൾ ജീവിതത്തിലേറ്റെ? അതിനൊരു ഉത്തരം എനിക്ക് കിട്ടിയത് എപ്പോഴാണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഒരു വേദന കടന്നു വന്നപ്പോഴാണ്. അതിന് കറക്റ്റായിട്ടുള്ള റീസൺ എപ്പോഴാണെന്നറിയോ? എൻ്റെ അപ്പൻ്റെ ക്യാൻസർ രോഗത്തിൻ്റെ അന്നാണ്. ശരിക്കും ഞാൻ എൻ്റെ അപ്പൻ്റെ ക്യാൻസർ രോഗത്തിൻ്റെ അന്ന് ലൂർദ് ഹോസ്പിറ്റലിലെ ചാപ്പലിൽ ഞാൻ കണ്ടൊരു ദൈവമുണ്ട്. അന്ന് സങ്കടപ്പെട്ട് എൻ്റെ അപ്പൻ മരിക്കുമെന്ന് എല്ലാ ഡോക്ടർമാരും വിധി എഴുതി, എൻ്റെ അപ്പൻ ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണേ. കൊണ്ടുപോയ ഹോസ്പിറ്റലെല്ലാം പറഞ്ഞു അപ്പം മരിക്കും, കാരണം 4th സ്റ്റേജ് വരെ കഴിഞ്ഞേക്കാം അപ്പൻ്റെ ആമാശയത്തിലെ ക്യാൻസർ. എല്ലാവരും പറഞ്ഞു അപ്പം മരിക്കും. ലിസി കൊണ്ടുപോയി, LFE കൊണ്ടുപോയി, ലക്ഷൂർ കൊണ്ടുപോയി, എല്ലായിടത്തും കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞു അപ്പം മരിക്കും. അവസാനം ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു മധു ഡോക്ടറുണ്ട്. മധു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മധു ഡോക്ടർ പറയുക, അച്ഛാ വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം, പക്ഷെ ഉറപ്പില്ല അപ്പൻ ജീവിച്ചിരിക്കുമെന്ന്. കാരണം 4th സ്റ്റേജ് വരെ കഴിഞ്ഞിരിക്കുക അപ്പൻ്റെ ക്യാൻസറിൻ്റെ സ്റ്റേജ്. ഒരു രക്ഷയില്ല അച്ഛാ, ചിലപ്പോൾ മരിച്ചു പോകും അപ്പോൾ. ഞങ്ങൾ പറഞ്ഞു, ഡോക്ടറെ എന്തെങ്കിലും ഒരു നിർവാഹം ഉണ്ടെങ്കിൽ അച്ഛാ കൂടി വന്ന 2-3 മാസം അപ്പം ജീവിക്കുള്ളൂ, അതിൽ കൂടുതൽ അപ്പം ജീവിക്കില്ല. ഇനി ഓപ്പറേഷൻ ചെയ്ത് കിട്ടിയാലും 100-ൽ 99% മരണം, 1% മാത്രമേ കിട്ടുള്ളൂ. കാരണം ആമാശയത്തിൽ നിന്നും അത് ചെറുകുടലിലേക്കും വൻകുടലിലേക്കും കരളിലേക്കും ഒക്കെ ബാധിച്ചിട്ടുണ്ട് ക്യാൻസർ. വളരെ രൂക്ഷമാണ് അപ്പൻ്റെ അവസ്ഥ. കാരണം അപ്പന് എപ്പോഴും എഴുന്നേറ്റേക്കാൻ പറ്റില്ല, എപ്പോഴും തളർന്ന് വീഴായിരുന്നു എൻ്റെ അപ്പൻ. അങ്ങനെയാണ് അവസ്ഥ. ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ ഞാനിങ്ങനെ നിൽക്കുക. ഈ ലൂർദ് ഹോസ്പിറ്റലിലെ മധു ഡോക്ടറിനോട് ഞാൻ സംസാരിക്കുമ്പോൾ മധു ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ചെയ്തു നോക്കാം, ഉറപ്പില്ല, വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം അപ്പൻ ജീവിച്ചിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, അതും പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണേ. അപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ ഞാനും ചേട്ടനും അപ്പൻ്റെ കരങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ കരയാ. ഞാൻ അപ്പൻ്റെ കാര്യങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, അപ്പൻ അറിയാൻ പാടില്ല അപ്പന് ക്യാൻസറാന്ന് കയറ്റണ സമയത്ത്. അപ്പനത് മനസ്സിലായിട്ട് പോലുമില്ല, അപ്പനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കയറ്റണ സമയത്ത് ഞാൻ ചേട്ടൻ്റെ കരച്ചിൽ കണ്ടിട്ട് അപ്പൻ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഞാൻ കരയണേ, എന്തിനാ നീ കരയണേ, എന്താ പറ്റിയ അപ്പന്? ഉത്തരവില്ല, അതിനൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാറുമില്ല. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒത്തിരി വേദനിച്ചിട്ടുണ്ട് ഞാൻ. കാരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അപ്പനെയാണ്. ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ അപ്പനെ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണ സമയത്ത് ആ അപ്പൻ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പില്ല, അപ്പൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഇനി അപ്പാന്ന് വിളിക്കാൻ അപ്പനുണ്ടാകുമെന്ന് ഉറപ്പില്ല, ഇത്രയും നാൾ സ്നേഹിച്ച അപ്പൻ ഇനി കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല, ഇനി ചേർത്ത് പിടിച്ച് മോനെ ജിനു എന്ന് വിളിക്കാൻ അപ്പൻ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ഈ ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ എൻ്റെ അപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണേ. അത് 2 ദിവസം പോയിട്ട് ആ ലൂർദ് ഹോസ്പിറ്റലിൽ ചാപ്പലിൽ പോയി നിന്നു. 2 കരങ്ങൾ വിരിച്ചു പിടിച്ച് നിന്നത് ഇങ്ങനെ നിന്ന തമ്പുരാൻ്റെ മുന്നിൽ. അന്ന് ആ കുരിശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം തോന്നിയത് ആ ക്രൂശിത രൂപ. കാരണം എന്തെന്നറിയോ? ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഈശോനാഥൻ ആ ക്രൂശിത രൂപത്തിൽ നിന്നും എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നിയ കാര്യങ്ങൾ ഇങ്ങനെയാ, മോനെ നിന്നെപ്പോലെ വേദന അനുഭവിച്ചവനാ ഞാൻ,
നിന്നെപ്പോലെ സങ്കടപ്പെട്ടവനാ ഞാൻ, നിന്നെപ്പോലെ ഒത്തിരിയേറെ പീഡിപ്പിക്കപ്പെട്ടവനാ ഞാൻ. നീ പേടിക്കരുത്, നിനക്കൊരു രക്ഷയുണ്ടെന്ന്. ആ ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ നിന്ന് 2 ദിവസം പ്രാർത്ഥിച്ചിറങ്ങിപ്പോരുമ്പോൾ എൻ്റെ അപ്പനെ ദൈവം എനിക്ക് തിരിച്ചു തന്നു. നിങ്ങൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും സങ്കടങ്ങളും ഒത്തിരിയേറെ കടന്നു വരുമ്പോൾ നിനക്കായിട്ടൊരു രക്ഷകൻ പിറന്നിട്ടുണ്ടെന്ന് എപ്പോഴും ചിന്തിച്ചോളണം. ജീവിതത്തിലെ സഹനങ്ങൾ ഏറി വരുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്താനുള്ള ഏക ഇടം ഈ കുരിശിൻ്റെ ചൂടാ. നിങ്ങൾ ഓർത്തു നോക്കേ, പലവിധ സങ്കടങ്ങളും വേദനകളുമായിട്ട് നിങ്ങൾ ഈ കുരിശിൻ്റെ ചോട്ടിൽ വന്നിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടവനെ പോലെ, കരഞ്ഞ് നിലവിളിച്ചവനെ പോലെ, ജീവിതത്തിൽ തോറ്റവനെ പോലെ, ബിസിനസ് തകർന്നവനെ പോലെ, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കാത്തവനെ പോലെ, ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിൽ ഈ ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ കരയുമ്പോൾ, വേദനിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ ആ ക്രൂശിത രൂപത്തിൽ നിന്നും ഈശോനാഥൻ പറയുന്നുണ്ട്, മോനെ മോളെ, നിന്നെപ്പോലെ ഞാൻ സഹിച്ചവനാ, നീ പേടിക്കണ്ട. നിന്റെ സഹനങ്ങളോട് എൻ്റെ സഹനങ്ങൾ നീ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, അവിടെ രക്ഷയുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈ ക്രൂശിത രൂപവും നമുക്ക് തരുന്ന ആശ്വാസം ചെറുതല്ല, ഒത്തിരിയേറെ വലുതാ. സങ്കടങ്ങളുടെ രാവുകളിൽ ഒത്തിരിയേറെ കരയുമ്പോൾ ഈ ക്രൂശിത രൂപത്തിലൊന്ന് നോക്കി നോക്കേ, ഒത്തിരി ആശ്വാസം കിട്ടും. അവിടെയാണ് കുരിശിൻ്റെ മഹത്വം നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം, നമ്മുടെ വേദനകളെ നമുക്ക് ഏറ്റെടുക്കാം, നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമുക്ക് ഏറ്റെടുക്കാം. കുടുംബത്തിന് വേണ്ടി ഒരു അപ്പൻ സഹിക്കണം, കുടുംബത്തിന് വേണ്ടി ഒരു അമ്മ സഹിക്കണം, കുടുംബത്തിന് വേണ്ടി മക്കൾ സഹിക്കണം. എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അവിടെയൊക്കെയാണ് ദുഃഖവെള്ളിയായിട്ട് തീരുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല. സ്നേഹം എന്ന വാക്കിൽ സഹനം എന്ന വാക്കുണ്ട്, സ്നേഹത്തിൽ സഹനമുണ്ട്. സഹിക്കുമ്പോഴാണ് നീ സ്നേഹിക്കുന്നത്. ശരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടി നീ സഹിക്കുമ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കുക. ശരിക്കും പറഞ്ഞാൽ നിനക്ക് സ്നേഹിക്കാൻ പറ്റട്ടെ, നിനക്ക് സഹിക്കാൻ പറ്റട്ടെ. അവിടെയാണ് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റർ അമ്മയുണ്ട്. ഞാൻ അച്ഛനാകണമെന്ന് ആഗ്രഹിച്ച് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു സിസ്റ്റർ അമ്മയാണ്. പേര് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സിസ്റ്ററാണത്. ഒരു കോൺവെൻറ്റിൽ വളരെ പ്രായം എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-65 വയസ്സായിട്ട് ഇപ്പം കിടക്കുകയാണ്. എല്ല് പൊടിയുന്ന അസുഖം എന്ന് വെച്ചാൽ എഴുന്നേറ്റിക്കാൻ പറ്റില്ല. 2-3 വർഷമായി കിടക്കയെ തന്നെയാണ്. എല്ല് പൊടിഞ്ഞ് ഉഗ്ര വേദനയാണ്. എഴുന്നേറ്റ് നിൽക്കാനോ ഒന്ന് ചെരിയാനോ തിരിയാനോ ഒന്നും പറ്റില്ല. കിടന്ന പാടെ കിടക്കണേ. ഇതിങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് ഇങ്ങനെ നട്ടിലൊക്കെ വളഞ്ഞ് ഇങ്ങനെ കൂനിക്കൂടിയ കിടക്കുന്നത്. മലമൂത്ര വിസർജനമൊക്കെ സ്വന്തം കട്ടിലിൽ കിടന്നിട്ടാണ് ചെയ്യണേ. ഈ സൈഡൊക്കെ ഈ പോളയ്ക്കും കുറേ നേരം കിടന്നു കഴിയുമ്പോൾ ചൊറിഞ്ഞ് പൊട്ടും. അത് കഴിഞ്ഞ് തിരിച്ച് കിടത്തും മറ്റു സിസ്റ്റേഴ്സ്. നല്ല വേദനയാണ്. കാരണം നട്ടെല്ലും എല്ലും ഇങ്ങനെ പൊടിയ ഒരു അസുഖം. അത് വളരെ രൂക്ഷമായ വേദനയുള്ളൊരു അസുഖം, എല്ല് പൊടിയുന്നൊരു അസുഖം. ഈ സിസ്റ്ററിനെ കാണാൻ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോയി. സിസ്റ്ററിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാനിങ്ങനെ കൈക്ക് പിടിച്ചിട്ട് എൻ്റെ അമ്മയോട്, ഈ സിസ്റ്റർ അമ്മയോട് ഞാനിങ്ങനെ കൈക്ക് പിടിച്ചിട്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റണില്ല. കാരണം അമ്മ അതുപോലെ വേദനിക്കേണ്ടെന്ന് എനിക്കറിയാം. ഈ സിസ്റ്റർ അമ്മയുടെ കൈക്ക് ഞാനിങ്ങനെ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ ബ്രദറായിരിക്കുമ്പോൾ തൊട്ട് എൻ്റെ വീട്ടുകാരെ ശരിക്കും അറിയാം. എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ളൊരു സിസ്റ്ററാണ്. ഞാനിങ്ങനെ കൈക്ക് പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. എനിക്കൊരു ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റുന്നില്ല, സുഖമാണെന്ന് പോലും ചോദിക്കാൻ പറ്റുന്നില്ല. അത്രയും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ. ഞാനിങ്ങനെ കൈക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്നും ഈ അവസ്ഥ കണ്ടിട്ട് ഈ ചുക്കിച്ചുളിഞ്ഞപ്പോൾ ശരീരമൊന്നും ഇല്ല, ആകെ ഇങ്ങനെ ഒരു ചെറിയ രൂപം. ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് ഈ സിസ്റ്ററിൻ്റെ കയ്യിലേക്ക് വീഴാ. സിസ്റ്ററിന് മനസ്സിലായി. ഈ സിസ്റ്റർ അമ്മ ഇങ്ങനെ തുടച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ നീ എന്തിനാ കരയണേ? ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് എന്താ പറയണേന്ന് അറിയാൻ പാടില്ല സിസ്റ്ററെ. ഞാൻ എന്താ പറയുക, ഇത്രയും പ്രാർത്ഥിച്ച് നടന്നിട്ട് ഇത്രയേറെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടും ഒത്തിരിയേറെ സഹനങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടും ഏറ്റവും അവസാനം ഇങ്ങനെയാണല്ലോ വിധി. സിസ്റ്റർ എന്നോട് നോക്കിയിട്ട് ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ എൻ്റെ ഈശോ എന്നെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കണമെങ്കിൽ നീ എന്തിനാടാ വിഷമിക്കണേ? എൻ്റെ ഈശോ എന്നെ ഇങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ എന്തിനാടാ വിഷമിക്കണേ? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നടുവിൽ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. എൻ്റെ വീട്ടിലെ കടബാധ്യത മൂലം വലയുന്നവനായിട്ട് കാണാനാ എൻ്റെ ഈശോ എന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ജീവിക്കുന്നേ.
എനിക്കൊരു ക്യാൻസർ രോഗം തന്ന് ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകാനാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നേ. എന്തിനാ വിഷമിക്കണേ? ജീവിതത്തിൽ ഏത് സഹനങ്ങളെ ഏറ്റെടുക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനി എന്ന് വിളിക്കണേ. ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുന്നവനാ ക്രിസ്ത്യാനി. തമ്പുരാൻ തന്നെ പറഞ്ഞില്ലേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. പക്ഷെ നമ്മൾ ആരും കുരിശെടുക്കാൻ റെഡിയല്ല. മക്കളുടെ കുരിശെടുക്കാൻ, ജീവിത പങ്കാളിയുടെ കുരിശെടുക്കാൻ, ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ ആരും റെഡിയല്ല. ഇന്നേ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റ പാടുള്ളൂ, ഒരേ ഒരു ആശയമുള്ളൂ. ജീവിതത്തിൽ സഹിക്കണം. നിൻ്റെ കുടുംബത്തിന് വേണ്ടി സഹിക്കണം, നിൻ്റെ മക്കൾക്ക് വേണ്ടി സഹിക്കണം. അവിടെ ദുഃഖവെള്ളിയുണ്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിവസം ആവശ്യപ്പെടുന്ന ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൻസമ്മയെ പോലെ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ പോലെ ഒത്തിരിയേറെ മനുഷ്യർ സഹിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി സഹിക്കാൻ നമുക്ക് പറ്റട്ടെ. അവിടെ രക്ഷയുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ പാടുന്നത്, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശയെ നമിച്ചിടുന്നു എന്ന്. കുരിശിൽ മാത്രമേ ഉള്ളൂ രക്ഷ. അവിടെ ക്രിസ്തുവിൻ്റെ ചൊകയുണ്ട്, ക്രിസ്തുവിൻ്റെ മണമുണ്ട്, ക്രിസ്തു നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ദുഃഖവെള്ളിയിൽ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ ദൈവമേ എനിക്ക് തൻ്റെ ഇടവും ത്രാണയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ജീവിതത്തിൽ തമ്പുരാൻ തരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനുതാപത്തിന്റെ വഴിയിലേക്ക് പാപികളെ വിളിക്കാൻ വന്ന മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തൻ്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സുഖമാക്കുകയും തൻ്റെ മരണത്താൽ മരണത്തിന്മേൽ വിജയം വരികയും ചെയ്ത ജീവിക്കുന്നവനായ മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും വേളയിൽ സൂര്യചന്ദ്രന്മാർ മുഖം മറിക്കുന്നതിൻ്റെയും സൃഷ്ടിജാലങ്ങൾ വിലപിക്കുന്നതിൻ്റെയും ഇടയാക്കിയ മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കുരിശുമരണത്താൽ സ്വർഗവാസികളെ സമാശ്വാസിപ്പിക്കുകയും തന്നെ ക്രൂശിച്ചവരെ പോലും നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മരണശേഷം പാതാളത്തിലിറങ്ങിയ അവിടെ ഉണ്ടായിരുന്നവർക്കും പ്രത്യാശയോടെ സുവിശേഷം നൽകിയ മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മരണത്താൽ വിശുദ്ധരുടെ കല്ലറകൾ തുറക്കുകയും അവർക്ക് പുനർജീവൻ നൽകുകയും അതുവഴി തന്നെ ക്രൂശിച്ചവരെ ലജ്ജിതരാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഗാഗുൽത്ത മലയിലെ തൻ്റെ സമർപ്പണം വഴി ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കുരിശിലെ സഹനവേളയിൽ മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് നവീകരണത്തിനുമായി കയ്പുനീർ രുചിച്ച മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തൻ്റെ ആടുകൾക്കായി സ്വയം ബലിയർപ്പിക്കുകയും രക്തത്താൽ അവരെ വീണ്ടെടുത്ത് ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത നല്ലിടയനും കർത്താവുമായ മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കരുണാവനായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെട്ടവനും ഭൂവാസികളാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കപ്പെട്ടവനുമായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്റെ സഭയെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കുകയും നിന്റെ ആരാധകരിൽ നിന്ന് പാപങ്ങളുടെ കടങ്ങളുടെയും ഭാരം നീക്കിക്കളയുകയും വിവിധ സഭാ സമൂഹങ്ങളിൽ നിന്ന് നിന്റെ ദാസർക്ക് സമാധാനവും സന്തോഷവും നൽകുകയും മനുഷ്യവംശത്തോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റേക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ സകല ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ക്ലേശങ്ങളും പീഡകളും സന്തോഷത്തോടെ സഹിക്കുന്നതിനും അങ്ങയുടെ ബലിജീവിതം തുടരുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെയും വേദനകളെയും എല്ലാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഓർത്ത് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ തെറ്റുകളും തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാവിന്റെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളിപ്പോൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച്, കാരുണ്യവാനായ ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും ഈ നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ദൈവരഹസ്യങ്ങളെ നമുക്ക് സമീപിക്കാം. ഇവ നമ്മളുടെ കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ. അത് സാബത്തിനുള്ള ഒരുക്കമായിരുന്നു, ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് വലിയൊരു ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുമാറ്റാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തുമാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന് ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാരത്തിന് രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളുടെ കൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന് ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, തുടർന്ന് പരിഹാര പ്രദക്ഷിണമാണ്. നമുക്ക് ഏറ്റവും ഭക്തിയോടെ പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കുചേരാം. നമ്മൾ കോൺവെൻറ്റ് വരെയാണ് പോവുക. മുന്നിൽ കുരിശ്, 2 തിരിക്കാല്, അതിനുശേഷം കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ എന്ന രീതിയിൽ ഏറ്റവും ഭക്തിയോടെ ഈ ചെറിയ പരിഹാര പ്രദക്ഷിണത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. ഏറ്റവും ഭക്തിയോടെ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുഃഖവെള്ളിയുടെ ഈ പരിഹാര പ്രദർശനത്തിൽ എല്ലാവരും പങ്കുചേരുക. നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങി നിരനിരയായി പരിഹാര പ്രദർശനത്തിൽ പങ്കുചേരാം. തിരിച്ചെല്ലാവരും ഇതുപോലെ തന്നെ പള്ളിയിലേക്ക് കയറണം. അവിടെയാണ് ആശീർവാദ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പിന്നീട് പോകാനുള്ള അവസരം ഉണ്ടാകുക. അതുകൊണ്ട് എല്ലാവരും പള്ളിയുടെ അകത്തേക്ക് തന്നെ തിരിച്ചു കയറണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സ്ഥാപിക്കണമേ. നിന്റെ കുരിശു വഴി തിരുസഭയെ ശക്തിപ്പെടുത്തുകയും അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും എപ്പോഴും സമർപ്പിക്കുവാനിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എൻ്റെ കൈകളും കാലുകളും അവർ തുളച്ചു,
എൻ്റെ അസ്ഥികളെല്ലാം അവർ എണ്ണി, അവർ എന്നെ ഉറ്റുനോക്കി. അവരുടെ വസ്ത്രം പങ്കിട്ടെടുത്തു, മേലകയ്ക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. കർത്താവേ, എന്നിൽ നിന്നകന്നു പോകരുതേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിതാവിന്റെ മഹത്വത്തിന്റെ പ്രകാശവും അനാദിയിൽ ജനിച്ചവനും സൃഷ്ടികൾക്കും സമയത്തിനും അതീതനും സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ചവനും യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തന്റെ ദൈവത്വം തെളിയിച്ചവനും വിജയശ്രീ ലാളിതനായി ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് ഇതേ ദിവസം കുരിശിൽ സ്വയം അർപ്പിച്ചവനും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തവനുമായ മിശിഹാ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. സകലത്തിൻ്റെയും നാഥനും എല്ലാറ്റിൻ്റെയും പരിപാലകനുമായി നിന്നിൽ ഞങ്ങൾ പ്രത്യാശിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. അനുതാപത്തോടെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് നല്ല കളനോടൊപ്പം നിന്റെ രാജ്യത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.